എന്ത് ആഘോഷങ്ങൾ ഉണ്ടായാലും അത് അടിപൊളിയായി ആഘോഷിക്കുന്നവർ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മുടെ കേരളീയർ. പണമില്ലെങ്കിലും കടം മേടിച്ചെങ്കിലും നമ്മളത് ആഘോഷിക്കും. എന്നാൽ ഇതിൻ്റെ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരുണ്ടാകാം. അത് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം കാണുമ്പോൾ മനസ്സിലാക്കും. എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എവിടെ പോയി കിടക്കായിരുന്നു? എത്ര നേരമായി നിന്നെ നോക്കിയിരിക്കുന്നു. എടാ നാളെ ഈസ്റ്ററാണ്. ഞാനിവിടെ പച്ച വിട്ടല്ല. ഞാനും അതെ 200 തന്നെ എത്ര ആളുടെ കൈകാലം പിടിച്ച കിട്ടിയെന്നറിയാവോ? ഇനി 200 കിട്ടിയത് പോരാഞ്ഞിട്ട് ബിവറേജ് എന്ന് ക്യൂ നിന്ന് വലിയ പാടാണ്. നീ അതൊന്നും പറയണ്ട. നീ പോയി സാധനം പിടിച്ചിട്ടുണ്ടോ? ഞാൻ ഈ കാലത്തിന് അപ്പനായിട്ടൊരു ബഹളം കഴിഞ്ഞിട്ട് കിടക്കപ്പായിന്ന് എഴുന്നേറ്റപ്പോ പോയി കടയിൽ പോയി സാധനം പിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനപ്പോ തന്നെ നിങ്ങൾ ഇറങ്ങി പോന്നു. അതെ, കിടക്കപ്പായെന്ന് പറഞ്ഞാൽ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റ്? ഒരു 10 മണിയായി. അതാണ് രാവിലെ പറഞ്ഞു തീർന്നില്ല. അതെ, എന്റെ ഒപ്പം വർക്കിച്ചമ്മനുണ്ട്. അത് ശരി. കാലത്തന്നെ റേഷൻ കടയിൽ പോയി 2 രൂപയ്ക്ക് അരി മേടിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുക. അത് അപ്പം തന്നെ പോയി മേടിച്ചാൽ മതി. ഇത് അപ്പം തന്നെ പോയി മേടിച്ചാൽ മതി. നിന്നൊക്കെ ഇത്ര വളർത്തി വലുതാക്കില്ല. നിന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം കൂടുതലൊന്നും പറയണ്ട. ഇപ്പൊ പോയി അരി മേടിക്ക്. ഉച്ചക്ക് ഞാൻ അങ്ങോട്ട് വരാം. ഊണേക്ക് നീ അങ്ങോട്ട് വാ. പോയി കിട്ടി. എടാ, സർക്കാർ റേഷൻ കട വഴി 2 രൂപയ്ക്ക് അരി കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 രൂപയ്ക്ക് റേഷൻ കട വഴി മദ്യം കൊടുത്തത് എന്തായിരുന്നു സുഖം. നിന്റെ അപ്പനെ സമ്മതിക്കണം. ഇപ്പൊ പോയാ വൈകുന്നേരം ആകുമ്പോഴേക്ക് സാധനം വാങ്ങിച്ചിട്ട് ഞാൻ പൊക്കോട്ടെ. ശരി. വാസുവിന്റെ പലരി കടയിലേക്ക് 2 ചാക്ക് അരി, മണ്ണെണ്ണ 5 ലിറ്റർ. തോമസിന്റെ കടയിലേക്ക് അരി ചാക്ക് 3, പഞ്ചസാര 1. അതെ, നമ്മുടെ ആന്റിന്റെ കടയിൽ ഇന്നലെ കൊടുത്ത 5 ചാക്ക് അരിയുടെ പൈസ വൈകിട്ട് തന്നെ അങ്ങോട്ട് മേടിച്ചേക്കടാം. അവരെ പൈസ തരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലാണ്. എന്റെ മുതലാളി, ഈ അരി പഞ്ചസാരയൊക്കെ മറച്ചു വിട്ട വരുന്നവരുടെ എന്ത് സമാധാനം പറയും? നീ കൂടുതലൊന്നും പറയണ്ട. ഈ സർക്കാർ 2 രൂപയ്ക്ക് അരി കൊടുക്കാൻ പറഞ്ഞ് നമ്മളൊക്കെ എങ്ങനെ ജീവിക്കാനാ? നിനക്കൊക്കെ ഇവിടെ ശമ്പളം തരണ്ടേ? അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. അതെ, ഈ ചെക്കിങ്ങിനായിട്ട് സ്കോഡാ അത് ഈ സണ്ണിക്കുട്ടിയുടെ കടയിലാ. വർഷം 6 ഞാൻ ഈ പരിപാടിയോട് നടക്കണം. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. അല്ല, ഇതാരും വർക്കിച്ചാണ്ടാ ഈ വഴിയും കാണാറില്ലല്ലോ. കാശായി പിന്നെ ഈ പാവപ്പെട്ട റേഷനരിയൊന്നും വേണ്ടെന്ന് തോന്നല്ലേ? കയ്യില് പൈസ ഇല്ലാത്തോണ്ടാ വരാണ്ട്. പിന്നെ അത്യാവശ്യം പലചരക്ക് സാധനങ്ങളൊക്കെ നമ്മുടെ കടയിൽ നിന്ന് കടം കിട്ടിക്കൊണ്ടിരുന്നു. അതും കിട്ടാണ്ടായി. ഈസ്റ്റർ പ്രമാണിച്ച് സർക്കാർ 2 രൂപയ്ക്ക് അരി കൊടുക്കണമെന്ന് പറഞ്ഞു കിട്ടൂലോ. എന്റെ പൊന്ന് വർക്ക് ചേട്ടാ, അതൊക്കെ BPL കാർഡ് ഉള്ളവർക്കാണ്. ചേട്ടന്റെ APL കാർഡല്ലേ? ചേട്ടൻ വേണേ 13 ലിറ്റർ അരി ഉണ്ട്. അതുകൊണ്ട് 5 കിലോ മേടിച്ചിട്ട് നോക്കോ. സണ്ണിക്കുട്ടി, അങ്ങനെയൊന്നും പറയരുത്. തീരെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഈ 2 രൂപയ്ക്ക് അരി മേടിക്കാൻ വന്നത്. ഈസ്റ്റർ അല്ലേ, കഞ്ഞിയെങ്കിലും വെച്ച് കുടിക്കണ്ടേ? ഈ വർക്ക് ചേട്ടാ വെറുതെ പറയാ. ആ മകൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയോളല്ലേ? മകൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല. അവന് ഞാൻ ചെലവിന് കൊടുക്കട്ടെ ഗതികേടാ. ഇതാരോ സുഖസാറോ? സുഖസാറിന് എന്താ വേണ്ടത്? ആ 2 രൂപയുടെ അരി 15 കിലോ വേണം. പിന്നെ ഒരു 5 കിലോ പഞ്ചസാര. എടാ, സാറിന് വേണ്ടതൊക്കെയാണ് കൊടുത്തേക്ക്. ആയിക്കോട്ടെ. സണ്ണിക്കുട്ടി, സുഖസാറിന് 2 രൂപയ്ക്ക് അരി കൊടുക്കാമെങ്കിൽ എനിക്കും 2 രൂപയുടെ അരി ഒന്നുകൂടെ. സുഖസാറിന്റെ BPL കാർഡാണ്. പാവപ്പെട്ടവന് APL കാർഡ്, പണക്കാരന് BPL കാർഡ്. ഇതേ വർക്ക് ചേട്ടന് അരി വേണേ 13 രൂപ അരിയാണ് വാങ്ങിച്ചോ. ഇല്ലെങ്കിൽ സ്ഥലം കാര്യമാക്കാൻ നോക്ക്. സണ്ണി, തല മറന്ന് എണ്ണ അയക്കരുത്. വന്ന വഴി മറക്കരുത്. മുകളിലൊരാൾ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഓർമ്മ വേണം. എന്താണ് ഈ വർക്ക് ചേട്ടൻ പറയണത്? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു നിന്റെ അപ്പന്. അതുകൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് ഈ നിലയിലായത്. എന്ത് കഷ്ടപ്പെട്ടെന്ന്? വർക്ക് ചേട്ടൻ ഒന്ന് പോയേ. സാറിന് എന്താ വേണ്ടത്? ഞാൻ വിജിലൻസിലാണ്. ഈ റേഷൻ കടയിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം കരിഞ്ചന്തയിൽ മറച്ചു വിൽക്കുന്നതിനെ പറ്റി ഒരു പരാതി കിട്ടിയിട്ട് കുറെ നാളുകളായി. ഇത് വെറും കള്ളമാണ് സാറേ. അസൂയക്കാര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. കൂലിപ്പണിക്കാരനായ ഞാൻ APL കാർഡ് 2 രൂപയുടെ അരി എനിക്ക് കിട്ടില്ല. 5-6 കൊല്ലം ഗൾഫിലും സർക്കാർ ഉദ്യോഗസ്ഥനായ ഇങ്ങനെ BPL കാർഡ്. ഓ, അത് ശരി. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? വൈകാതെ നിങ്ങൾക്ക് അറസ്റ്റ് ഉണ്ടായിരിക്കും.
എന്റെ പൊന്നു സാറേ, എന്നെ അറസ്റ്റ് ചെയ്യരുത്. ഞാൻ മുതലാളിയുടെ അടുത്ത് പല പ്രാവശ്യമുണ്ട് ഇത് മറച്ചു വെക്കരുതെന്ന് പറയുന്നത്. സർക്കാർ 2 രൂപയ്ക്ക് അരി തരുന്നത് പാവപ്പെട്ട ആളുകളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടിയാണ്. പക്ഷേ നിങ്ങൾ ഈ റേഷൻ കടയിലേക്ക് തരുന്ന സാധനങ്ങളെല്ലാം കരിഞ്ചന്തയിൽ മറിച്ചു വിറ്റ് പണം സമ്പാദിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കൊരു പാഠമാവട്ടെ. ഇത് കണ്ടില്ലേ, പാവപ്പെട്ടവന്റെ ഒരു നേരത്തെ ആഹാരം പോലും നിരസിക്കാൻ നമുക്ക് യോഗ്യതയില്ല. അസന്മാർഗ മാർഗത്തിലൂടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു നാൾ പിടിക്കപ്പെടും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസ്റ്ററിന്റെ ആശംസകൾ നേർന്നു പോകുന്നു.